മാത്യു കുഴൽനാടൻ എം.എൽ.എക്കെതിരെ പടയൊരുക്കവുമായി ഇടുക്കിയിലെ CPM നേതൃത്വം. കുഴൽനാടൻ ഭൂമി വാങ്ങിയത് കയ്യേറ്റം നടത്തിയ കേസ് നിലനിൽക്കുകയാണെന്ന് CPM ആരോപിച്ചു. പ്രതിയാക്കപ്പെട്ടിട്ടുള്ളവർ രക്ഷപ്പെടാൻ വഴി തേടിയെത്തിയതാണ് കുഴൽനാടന്റെ അടുത്ത. നിർമ്മാണ നിരോധനവുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രശ്നങ്ങൾ കോടതിയിൽ എത്തിച്ചത് കുഴൽനാടനാണ്. കയ്യേറ്റ ഭൂമി ഏറ്റെടുത്ത് ഭൂരഹിതർക്ക് വിതരണം ചെയ്യണം. പാർട്ടി ജില്ലാ കമ്മിറ്റി കൂടിയാലോചിച്ച് സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്നും CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. മാത്യു കുഴൽനാട് ചിന്നക്കനാലിൽ ഭൂമി ഇടപാട് നടത്തുമ്പോൾ ആ ഭൂമിക്ക് നിലവിൽ കേസ് നിലനിന്നിരുന്നു. 55 സെന്റ് സ്ഥലം സർക്കാരിൻ്റെ ഭൂമി കയ്യേറി അവിടെ റിസോർട്ട് നിർമ്മിച്ചിട്ടുണ്ട് എന്നുള്ള കേസ് ദേവുളം തഹസിൽദാരായിരുന്ന PA ഷാജി ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആ കേസ് നടത്തിപ്പ് സംബന്ധിച്ച് ഉപദേശം നേടുന്നതിന് വേണ്ടിയാണ് മാത്യു കുഴൽനാടനെ പ്രതികളായിട്ടുള്ളവർ സമീപിച്ചത്. അപ്പൊ സ്വാഭാവികമായും ഈ ഭൂമി 55 സെന്റ് സ്ഥലം സർക്കാരിന്റെ ഭൂമിയാണെന്നും അവിടെ അനധികൃതമായി നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ റിസോർട്ട് എന്നും കൃത്യമായി മാത്യു കുഴൽനാട് അറിയുമായിരുന്നു. ആ സ്ഥലം വാങ്ങിയതിന് വേണ്ടി തെരഞ്ഞെടുപ്പിന് 1 ലക്ഷം കൊടുത്തതിന് ശേഷം അദ്ദേഹം കൊടുത്ത സത്യവാങ് തന്നെ ഇതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തു എന്ന് ആ സന്ദർഭത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ഏതൊരാൾക്ക് അദ്ദേഹം ഭൂമി കൈയേറിയിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഇനി അതിന്റെ വിനിയോഗം സംബന്ധിച്ച് എന്താണെന്നുള്ള നിലപാടാണ്. അതുപോലെ തന്നെ എന്ത് വിഷയം കിട്ടിയാലും ഇവിടെ വളരെ ശക്തമായ അനധികൃത കയ്യേറ്റത്തിന് വേണ്ടി പ്രതിരൂപിക്കുന്ന ആൾരൂപങ്ങൾ ഒരുപാടുണ്ടല്ലോ. DN കുര്യാക്കോസ് ഉണ്ട്, UDF നേതാക്കന്മാരുണ്ട്, പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. ആർക്കും ഒരു പ്രതികരണം ഇല്ലല്ലോ. വലിയ ഭൂമി തട്ടിപ്പിന്റെ വാദങ്ങൾ പറയുന്ന ഒരുപാട് ആൾരൂപങ്ങൾ ഉണ്ടായിരുന്നു. ആരുടെ ഇപ്പം ആരും പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കണം. അവർ പ്രതികരിക്കുമ്പോൾ അതനുസരിച്ച് വാക്കി പറയാം. അതുകൊണ്ട് ഭൂമി സർക്കാരിന്റെ ഭൂമിയാണ്. അത് എത്രയും വേഗം സർക്കാരിലേക്ക് തിരിച്ചു കൊടുക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം മാത്യു കുഴൽനാട് നിർവഹിക്കണം. നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടത് പറഞ്ഞ പോലെ അഴിമതിയിലൂടെ പണം സമ്പാദിക്കാൻ പോകുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇന്ന് പ്രതീക്ഷിക്കുന്നില്ല. തീർച്ചയായും നിയമപരവും രാഷ്ട്രീയമായ വിഷയത്തെ നേരിടുക എന്നാണ് CPM ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. ഭാവി പരിപാടി എന്താണെന്ന് ഞങ്ങൾ ആലോചിച്ച് പ്ലാൻ ചെയ്യും.